ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ. ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ആളുകളും പറയാൻ മടിക്കുന്ന ഒരു പ്രയാസമാണ്, അല്ലെങ്കിൽ ഒരു ടാബു വിഷയമായിട്ടുള്ള, പറയാൻ മടിയുള്ള, ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ട് ഓപ്പൺ ആയിട്ട് പറയാൻ മടിയുള്ള ഒരു വിഷയമാണ് ഉദ്ധാരണ പ്രശ്നം എന്ന് പറയുന്ന ഒരു അസുഖം, അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. ദാമ്പത്യ ജീവിതത്തിൽ, നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ ലൈംഗികപരമായിട്ടുള്ള ഒരു അസുഖമാണ്, ഒരു ന്യൂനതയാണ് ഇതിലുള്ള ഇറക്ഷൻ ഉണ്ടാവുന്ന പ്രോബ്ലം അഥവാ ഉദ്ധാരണം കൃത്യമായിട്ട് നടക്കാത്ത ഒരവസ്ഥ. ഇത് ആളുകൾക്ക് പറയാൻ മടിയുള്ളത് കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് മെസ്സേജുകളും ഒരുപാട് കാളുകളും നമുക്ക് ഒരുപാട് വരാറുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളുടെയും പ്രശ്നം ഇതാണ്, കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല, കൃത്യമായിട്ട് അതുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു അസുഖം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം അത് കൂടുതലായിട്ട് വരികയും അതിനെ ശ്രദ്ധിക്കാതിരിക്കുകയും എന്താണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് വല്ല ട്രീറ്റ്മെന്റും ഉണ്ടോ എന്ന് അറിയാതെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു, സന്തോഷകരമല്ലാത്ത ജീവിതങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഉദ്ധാരണ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കംപ്ലീറ്റ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ആണ്, അഥവാ തീരെ ഉദ്ധാരണം നടക്കാത്ത, തീരെ ഇറക്ഷൻ നടക്കാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പാർഷ്യൽ ഇറക്ഷൻ, അഥവാ ചെറിയ രീതിയിലൊക്കെ ഇറക്ഷൻ നടക്കുന്നുണ്ട്, എന്നാലും ഇറക്ഷൻ റെഡ്യൂസ് ആയിട്ട്, ഇറക്ഷൻ കുറവാണ്, വളരെ കൃത്യ രീതിയിലുള്ള ഇറക്ഷനുകൾ ഉദ്ധാരണം നടക്കുന്നില്ല. മൂന്നാമത്തേത് സ്ട്രെങ്ത് ഇല്ലാത്ത ഒരവസ്ഥ, ഇറക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള സ്ട്രെങ്ത് ഇല്ല, കൃത്യമായിട്ട് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രയാസം അനുഭവപ്പെടാറുണ്ട്. ഇനി ഇതിൽ പ്രധാനമായിട്ട് ഒരുപാട് കാരണങ്ങൾ, പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, നമ്മുടെ രക്തക്കുഴലുകളിൽ, നമ്മുടെ ലൈംഗിക ഭാഗത്തേക്ക് പോകുന്ന രക്തം പ്രവഹിക്കുന്ന രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബ്ലോക്കുകൾ, നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ കാരണം ഇത്തരത്തിലുള്ള ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവാം. രണ്ടാമത്തേത് ഹോർമോണൽ ഇംബാലൻസ് ആണ്, ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ട്, ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് ഇതിലുള്ള ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മൂന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആങ്സൈറ്റി ആണ്, മാനസിക സമ്മർദ്ദം, ആങ്സൈറ്റി, ടെൻഷൻ കാരണമൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ രക്തക്കട്ട പിടിക്കുന്ന, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകുന്ന ഒരു അസുഖം, ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുന്നത് കാരണം ഉണ്ടാകുന്ന ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ട്. അതിനൊക്കെ പ്രധാനമായിട്ട് ഉണ്ടാവുന്ന ചോദിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, ഡയബറ്റിക് ഉണ്ടോ, അല്ലെങ്കിൽ യൂറിക് ആസിഡ് അമിതമായിട്ടുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ യൂറിക് ആസിഡ്, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ പ്രമേഹം, ഡയബറ്റീസ് മെലിറ്റസ് എന്നൊക്കെ പറയുന്നത്, ഇത് ഉള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഉദ്ധാരണ പ്രശ്നമോ മറ്റു ലൈംഗിക രോഗങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ നോക്കണം, ഡയബറ്റിക് ഉണ്ടോ കൃത്യമായി ചെക്ക് ചെയ്യണം, HbA1c ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം, യൂറിക് ആസിഡ് ചെക്ക് ചെയ്യണം. ഇങ്ങനെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇതുണ്ടോ, അത് തന്നെയാണോ ഇതിന്റെ കാരണം, അതിനുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ടെസ്റ്റുകൾ ചെയ്യുക, കൃത്യമായിട്ട് അതിനുള്ള ചികിത്സ ചെയ്യുകയും ചെയ്താൽ നമുക്കിത് മറികടക്കാവുന്ന ഒരു കാര്യമാണ്. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം ഒന്ന്, ഇത് മടി കൂടാതെ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് പങ്കുവെക്കുകയും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചികിത്സ എടുക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ചെറുതായിട്ട് തോന്നുകയോ ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഷുഗർ, കൊളസ്ട്രോൾ പോലെയോ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ, ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു, രക്തം കട്ട പിടിക്കുന്ന ഈ അവസ്ഥ ഉണ്ടാവുന്ന, ക്ലോട്ട്സുകൾ ഉണ്ടാവുന്ന, ആർട്ടറിയിലൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട്, ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സൊക്കെ ധാരാളമായിട്ട് കഴിക്കുക, കൂടുതൽ എണ്ണ, പൊരിച്ചത്, വറുത്തത് ഇങ്ങനത്തെ പരമാവധി ഒഴിവാക്കുക, കൊളസ്ട്രോളിൻ്റെ അളവ് നന്നായിട്ട് കുറക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ പിന്തുടരേണ്ടതുണ്ട്, വ്യായാമം കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണവും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നിയന്ത്രിക്കണം. ഷുഗർ കൺട്രോൾഡായിരിക്കണം, കൊളസ്ട്രോൾ കൺട്രോൾഡായിരിക്കണം, യൂറിക് ആസിഡ് കൺട്രോൾഡായിരിക്കണം. അതിന് ആഹാരം കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ വ്യായാമം കൃത്യപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ ദിവസവും കൃത്യമായിട്ട് വ്യായാമം, എക്സസൈസുകൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ചാണ് വെള്ളം കുടിക്കേണ്ടത്. മിനിമം 2.5 to 3 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.
ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അതിൻ്റെ കൂടെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രയാസത്തെ മറികടക്കാൻ നമുക്ക് കഴിയും. കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നത്തിന് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷന് ഹോമിയോപ്പതിയിൽ നല്ല ചികിത്സകളുണ്ട്. സൈഡ് എഫക്റ്റുകളുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമൊന്നും ഇല്ലാത്ത മരുന്നുകൾ ധാരാളമായി ആളുകൾ കഴിക്കുന്നുണ്ട്. വയാഗ്ര പോലെയുള്ള ഇത്തരം മരുന്നുകൾ ധാരാളമായി അമിതമായി കഴിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ എടുക്കുക. ഹോമിയോപ്പതിയിൽ ഇതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് താഴെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.